അപ്പോൾ സംസ്ഥാനത്തുടനീളം മഴയാണ്. മേഘയുണ്ട്. മേഘ, തുടക്കത്തിൽ ഞാൻ മേഘയെ ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ അവിടെ മഴയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ കുട ചൂടി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മഴ തുടങ്ങിയിരിക്കുകയാണോ? ഇന്നലെ രാത്രിയിൽ കോഴിക്കോട്ടെ സാഹചര്യം എന്തായിരുന്നു? മനു, മഴ അതായത് ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. മഴയ്ക്ക് ശമനമേ ഉണ്ടായിട്ടില്ല. അതായത് മഴ എപ്പോഴും പെയ്യുന്ന കാലാവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ തന്നെ ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെട്ടത്. പക്ഷേ വലിയ തരത്തിലുള്ള മഴക്കെടുതികൾ ഒന്നും തന്നെയും കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യാനില്ല. ഇന്നലെ രാത്രി ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് താലൂക്കിൽ 10 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റ് ഏതെങ്കിലും അതായത് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായ ഒരു വലിയൊരു പ്രശ്നം എന്നത് ഈ വിലങ്ങാട്, നമ്മൾ നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശമാണ്. അവിടെ ഇന്നലെ രാത്രിയോടുകൂടി ഒരു വീടിൻ്റെ ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞു വീണ് ആ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. വിലങ്ങാട് പന്നിയേരി ഉന്നതിയിൽ ലീലയും കുടുംബത്തെയുമാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചത്. നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഈ പ്രദേശത്ത് വലിയ തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. വലിയ കല്ലുകളും കഷ്ണങ്ങളൊക്കെ തന്നെയും ഒലിച്ചു വന്ന് കഴിഞ്ഞ തവണയും ഈ വീടിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇനിയും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ കുടുംബത്തെ നിലവിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയത്. മഴ റെഡ് അലേർട്ടാണ് ഇന്ന് ജില്ലയിൽ. മഴയുടെ സാഹചര്യമൊക്കെ തന്നെയും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഈ നിലവിലെ സാഹചര്യം എന്നത് എല്ലാ തരത്തിലും സജ്ജീകരണങ്ങൾ, അതായത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ ജില്ലാ കലക്ടർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അവശ്യ വസ്തുക്കളുടെ ശേഖരം ഉറപ്പാക്കുക, വാഹനങ്ങൾ ഉറപ്പാക്കുക, ക്യാമ്പുകൾ ഉറപ്പാക്കുക. അങ്ങനെയാണ് നിലവിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണവും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആളുകളെ ക്യാമ്പിലേക്ക് നിലവിൽ മാറ്റി വലിയ തരത്തിൽ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ മഴ ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. കോഴിക്കോട് ജില്ല എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ നദികളിലെ ജലനിരപ്പ് നിരീക്ഷിച്ചു വരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ആളുകൾ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കണം എന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ജലനിരപ്പ് നിരീക്ഷിച്ചു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ സ്വയം ആളുകൾക്ക് ഈ ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ജില്ലാ കലക്ടർ പറയുന്നത്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. എല്ലാ തരത്തിലും ഈ മഴയെ നേരിടാൻ, മഴക്കെടുതികളെ നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം മഴ തുടങ്ങിയപ്പോൾ തന്നെ ഈ വിനോദസഞ്ചാര മേഖലകളിലേക്ക്, അതിനൊപ്പം മലയോര മേഖലകളിൽ രാത്രി 7 മുതൽ രാവിലെ 7 വരെ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ബീച്ചിലേക്ക്, അതിനൊപ്പം ജലാശയങ്ങളിലേക്കൊക്കെ തന്നെയും ആളുകൾക്ക് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ കിണർ നിർമ്മാണം, ഖനനം, ക്വാറിയുടെ പ്രവർത്തനം, അത് ആ രീതിയിൽ നിലവിലെ നിയന്ത്രണം ആ രീതിയിൽ തന്നെ തുടരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്നത് മഴ കനക്കും എന്നത് ഉറപ്പാണ്. കാരണം ഇന്നലെ അന്തരീക്ഷം ഇങ്ങനെ ആയിരുന്നില്ല. കാരണം രാവിലെ പൂർണ്ണമായും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ രീതിയിലല്ല. ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നു. മലയോര മേഖലകളിലും വലിയ പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം ഇല്ല എന്നത് ആശ്വാസം നൽകുന്നു. പക്ഷേ വലിയ കരുതലിലാണ് കോഴിക്കോട് ജില്ല ഉള്ളത്. മനു, തീർച്ചയായും മേഘ തുടരുക. ഏതായാലും അതീവ ജാഗ്രതയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ നമ്മൾ ഏറെ ജാഗ്രതയോടെ തന്നെ ഇരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്.